എങ്ങനെ ഒരു പെരിഷബിൾ സപ്ലൈ ചെയിൻ വർക്ക് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ നമുക്ക് ഒരു ട്രസ്റ്റ് ഫസ്റ്റ് B2C ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒരു ഓപ്പറേഷൻ ഹെവി ആയിട്ട് ബിസിനസ് സ്കെയിൽ ചെയ്യാം, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫൗണ്ടർ സൈക്കോളജി അണ്ടർ പ്രഷർ. ഞാൻ തൂത്തുക്കുടി പോയി കഴിഞ്ഞാൽ അവിടെ ഫിഷ് എക്സ്പോർട്ടും പരിപാടികളുണ്ട്. അതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുന്ന് ഫിഷ് എക്സ്പോർട്ട് ചെയ്യാം, ഞങ്ങളവിടെ എടുത്തോളാം എന്ന് പറഞ്ഞു. അതിനൊരു എൻക്വയറി ഫസ്റ്റ് വന്നു. അപ്പോൾ അതിനുപരി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടിയതാ മുമ്പിൽ നമുക്കിത്. ഇവിടെ ഇപ്പോൾ ലോക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് സെന്റർ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഇവിടുത്തെ ഒരു മാർക്കറ്റ് ആ രീതിയിലാണ് അതിനെ വെച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് വന്ന കുറച്ച് ടീമുകളൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു വൃത്തിക്കാക്കി അതും ഒരു സ്വർണം വെക്കുന്ന രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ എന്താണ് ഈ പറയുന്ന മാർക്കറ്റിന്റെ പ്രത്യേകത കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ? പെരിഷബിള് എന്നും റിസ്ക് തന്നെയാണ്. പിന്നെ നമ്മൾ അതിൽ പ്ലാൻ ചെയ്യുക, അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ സ്പോയിലേജും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പലവർക്കും ഇപ്പോൾ ഫണ്ടിങ് സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫണ്ട് ഇല്ലാണ്ട് പലതും തുടങ്ങാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് മെജോറിറ്റി ഓഫ് ദി ഇപ്പോഴത്തെ ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സ്. പണ്ട് എഞ്ചിനീയറിംഗ് പോലെയാണ് ഇപ്പോഴത്തെ ആൻട്രപ്രീനർഷിപ്പ് എന്ന് പറയുന്നത്. നിലവിൽ ഫ്രഷ് ടു ഹോം ലീഷ്യസ് പോലെ വലിയ ബ്രാൻഡ് അവരുടെ ഹോം ടർഫായ ബാംഗ്ലൂരിൽ പോയിട്ട് അവരെ കോമ്പീറ്റ് ചെയ്യുന്ന മൈ അസ്ലി ഫ്രഷിൻ്റെ ഫൗണ്ടറായ ജമാനുദ്ദീനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മൾ ഈ സംഭാഷണം കൊണ്ട് ശരിക്കും ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു പെരിഷബിൾ സപ്ലൈ ചെയിൻ വർക്ക് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ നമുക്ക് ഒരു ട്രസ്റ്റ് ഫസ്റ്റ് B2C ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒരു ഓപ്പറേഷൻ ഹെവി ആയിട്ട് ബിസിനസ് സ്കെയിൽ ചെയ്യാം, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫൗണ്ടർ സൈക്കോളജി അണ്ടർ പ്രഷർ. എവിടെ നിന്നാണ് ഈ കഥ ശരിക്കും തുടങ്ങുന്നത്? കേരളത്തിൽ നിന്നുള്ളൊരു പയ്യൻ എങ്ങനെ ഒരു എക്സ്പോർട്ടിങ്ങിലേക്ക് എത്തി? എക്സ്പോർട്ടിങ്ങിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യാദർശികമായിട്ട് എത്തിയതാണ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഫിഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സേ അല്ലായിരുന്നു. നമുക്കൊരു ഫസ്റ്റ് ഒരു എൻക്വയറി വന്നു സൗദിയിൽ നിന്ന്. ഒരു ഫിഷിൻ്റെ അവരവിടെ ഇമ്പോർട്ട് ഫിഷ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഫിഷ് എക്സ്പോർട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഒരു എൻക്വയറി വന്നു, ഒരു ഫിഷ് എക്സ്പോർട്ട് ചെയ്യാനൊരു ആവശ്യമുണ്ട്. നമ്മൾ ഫാമിലിയായിട്ട് വന്നു. അപ്പോൾ ഞാൻ തൂത്തുക്കുടി പോയി കഴിഞ്ഞാൽ അവിടെ ഫിഷ് എക്സ്പോർട്ടും പരിപാടികളുണ്ട്. അതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുന്ന് ഫിഷ് എക്സ്പോർട്ട് ചെയ്യാം, ഞങ്ങളവിടെ എടുത്തോളാം എന്ന് പറഞ്ഞു. അതിനൊരു എൻക്വയറി ഫസ്റ്റ് വന്നു. അപ്പോൾ അതിനുപരി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടിയതാ മുമ്പിൽ നമുക്കൊരു. നമ്മളെ ഈ ഫാമിലി ആരും ബിസിനസ്സിൽ ഇല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ കിട്ടിയ അവസരത്തിന് നമ്മൾ എന്ത് ചെയ്തു, വിനിയോഗിച്ചു. അങ്ങനെ നമ്മൾ ഇനീഷ്യലി എക്സ്പോർട്ടിംഗിലേക്ക് എത്തുന്നത് കാണുന്നവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ജമാനുദ്ദീൻ ബ്രോ പറഞ്ഞത് അവർക്ക് ഇങ്ങോട്ടേക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുപരി നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ എങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാം എന്നുള്ള പറ്റി ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾ എക്സ്പോർട്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ ഏതൊരു സംരംഭത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എൻലാർജ്. പണ്ടൊരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ അതിനെ വാലിഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയനെ വാലിഡേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് യൂസിങ് സോഷ്യൽ മീഡിയ. ഒരു AI യൂസ് ചെയ്ത് ഒരു രൂപ പോലും ചിലവാക്കാണ്ട് AI യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് തുടങ്ങാനുള്ള ഒരു ആശയമായിട്ട് ഒരാൾ മുന്നോട്ട് വരുവാണെങ്കിൽ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇതിനുള്ള ചാൻസസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു GCC കൺട്രി ആണെങ്കിൽ ഉദാഹരണത്തിന് ദുബായിലേക്ക് നിങ്ങൾ ഇവിടുന്ന് ഒരു ആഡ് റൺ ചെയ്ത് 10,000-2,000 രൂപ മാത്രം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ലീഡ് എടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു രൂപത്തിലേക്ക് തുടക്കക്കാർക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മൂമെൻറ്റിൽ തോന്നിയിട്ടുണ്ടോ നമ്മൾ ഈ പറയുന്ന ഫിഷ് കാറ്റഗറിയിൽ എല്ലാവരെയും കാട്ട് നിങ്ങൾക്കൊരു പോയിന്റ് മുന്നിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ആ അറിവുണ്ടെന്ന്? അത് നമുക്ക് റീറ്റെയിലിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് പഠിച്ച ആളുകളുണ്ട്. അവർ ചെയ്യുന്ന രീതിനെ നേരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മൾ എക്സ്പോർട്ടിലും. ആദ്യം നമ്മൾ തുടങ്ങിയത് എക്സ്പോർട്ടിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണത്, അതിൽ പുതിയ പുതിയ വെറൈറ്റിന് എക്സ്പെരിമെൻറ്റ് ചെയ്യണത്. നമ്മൾ പല മാർക്കറ്റിൽ ഫിഷ് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ദുബായ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ നമ്മളെ കേരളത്തിലെ മാർക്കറ്റിൽ ഇത്ര വെറൈറ്റീസ് കാണാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ എല്ലാ രീതിയും പരീക്ഷിക്കാൻ നമ്മൾ ആ ഗ്ലോബൽ മാർക്കറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്.
അത് നമുക്ക് വളരെ ഒരു ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഗ്ലോബൽ മാർക്കറ്റ് എക്സ്പീരിയൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ആൾക്കാർ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പം ശരിക്കും ഇവിടെ ആൾക്കാർ ഏത് രൂപത്തിലാണ് ചെയ്യുന്നത്? ആക്ച്വലി ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ ലോക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് സെന്റർ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഇല്ല. ഇവിടുത്തെ ഒരു മാർക്കറ്റ് ആ രീതിയിലാണ് അതിനെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുറച്ച് ടീമുകളൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു വൃത്തിക്കാക്കി അതും ഒരു സ്വർണം വെക്കുന്ന രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന് നേരെ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെക്കാട്ട് ആ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കണക്ഷനും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റിലേറ്റ് ആവുന്നുള്ളൂന്നും തോന്നുന്നില്ല. അപ്പോൾ അത് തന്നെ നമുക്ക് കസ്റ്റമർക്ക് നല്ല എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ്റെ വിഷയത്തിൽ വരികയാണെന്നെങ്കിൽ നമ്മൾ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതാണ് നമ്മൾ യുണീക്ക് ആക്കിയതും പിന്നെ നമ്മൾ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയതും. ഇവിടെ ഇപ്പോൾ ഓൺലൈനും എല്ലാ സാധനവും ഞാൻ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്തും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകാമെന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് ആ ഒരു ഇതിൽ യുണീക്ക് ഈ ഒരു നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് നിലവിൽ ഗ്ലോബലി ഇല്ലായിരുന്നു. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഗ്ലോബലി നമുക്ക് പ്രസൻസ് ഉണ്ട് കിട്ടി. അതാണ് നമ്മൾ പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്ത് സ്കെയിൽ ചെയ്യാൻ നോക്കി. ആ ഒരു USP വെച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു വൈറ്റ് സ്പേസിനെ എക്സ്പോർട്ട് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് കാരണം അതിൽ ഏത് പോയിന്റ് ആയിരിക്കും ഈ D2C ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത്? കണക്ഷൻസ്, അതിലുള്ള നമ്മൾ ഹൈ ക്വാളിറ്റി പ്രൊക്യൂർമെൻറ്റ്സ് അതുപോലെ തന്നെ അതിൻ്റെ കോൾഡ് ചെയിനിലുള്ള നമ്മളെ കീപ്പ് ചെയ്യണത് ആ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് എത്ര നല്ല രീതിയിൽ ഫിഷിനെ കീപ്പ് ചെയ്യുക എന്നുള്ള ആ കാലഘട്ടത്തിൽ നമ്മളെ അറിവ്. കാരണം എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ യാതൊരുവിധ പരിപാടികൾ നടക്കില്ല. ഒന്നും ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ആവും, പേയ്മെൻറ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മളതിന് വെൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ആ സാധനം നല്ല രീതിയിൽ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പറഞ്ഞ സമയത്ത് ഒരു വാക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കോൾഡ് ചെയിൻ പ്രോസസ്. ശരിക്കും എന്താണ് കോൾഡ് ചെയിൻ പ്രോസസ് എന്ന് പറയുന്നത്? അത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള കസ്റ്റമറിൽ എത്തുന്നവരെ അതിൻ്റെ ടെമ്പറേച്ചർ പക്ക അതിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ അത് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫ്രഷ് ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ഒരു 0 to 4 അതിനെ കീപ്പ് ചെയ്യുക. ഓരോ ഫിഷിനും ഓരോ ടെമ്പറേച്ചർ ആണോ? അല്ല, ഫിഷ് ആയത് എല്ലാം എല്ലാ കാറ്റഗറിയിലും ടെമ്പറേച്ചർ സെയിം ടെമ്പറേച്ചർ തന്നെ മതി. ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. ഫ്രോസൺ ആകുമ്പോൾ ഡീപ് ഫ്രീസിലേക്ക് പോകും. ഈ പ്രോസസ്സ് ഒന്ന് കട്ട് ഡൗൺ ചെയ്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എവിടുന്ന് തൊട്ട് എവിടുന്ന് അവസാനിക്കും എന്നുള്ളത്. നമ്മൾ നേരെ ചെറിയ കടക്കരയിൽ നിന്നാണ് ഫിഷ് കളക്ട് ചെയ്യുക. ചെറിയ ബോട്ടിൽ പോയിട്ട് പിടിച്ചു വരുന്നവരാണ്. അതിലധികവും ചൂണ്ടൊക്കെ പിടിക്കുന്ന ഹുക്ക് ഫിഷ് ആയിരിക്കും, ഹുക്ക് ക്യാച്ച് ആയിരിക്കും. ഡയറക്റ്റ്ലി അവിടെ നിന്ന് തന്നെയാണ് നിങ്ങൾ ഡയറക്റ്റ്. അതായത് ഓരോ കടക്കരയിലും അതിൻ്റെ ഏജൻസികളുണ്ട്, തോണിക്കാരെ നിർത്തി ലേലം ചെയ്യുന്നത്. അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ എടുക്കും അവരെ. അതായത് നമുക്ക് സ്വന്തം ബോട്ട് ആണെന്നില്ല, ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഉള്ള കടലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഫിഷർമാൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ ഇത് മുഖാന്തരം ഓരോ രീതിയിൽ ഓരോ സ്ഥലങ്ങളിലും രീതി വ്യത്യാസമാണ്. അവിടെ ഡയറക്റ്റ് ആ കടപ്പുറത്ത് നമ്മൾ കളക്ട് ചെയ്യും. അത് നമ്മളെ വെയർ ഹൗസിലെത്തും. അവിടെ അത് ആ വരുന്ന മുതൽ നമ്മൾ ക്ലിയർ ആയിരിക്കും. ആ ഒരു 4 ഡിഗ്രിക്ക് താഴെ ഐസിങ് ചെയ്ത് പ്രോപ്പറായിട്ട് കവറിങ് ഒക്കെ ചെയ്ത് ഐസിങ് ചെയ്ത് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മളെ ഓർഡറിനനുസരിച്ച് അത് പാക്ക് ചെയ്ത് എയർപോർട്ടിൽ പോവുക. ഈ ഐസിങ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഐസിങ് പിന്നെ അത് തെർമോക്കോൾ ബോക്സിൽ പാക്ക് ചെയ്ത് ഐസ് ചെയ്തിട്ട് എയർപോർട്ടിലോട്ട് കൊടുക്കും. എങ്ങോട്ടാണ് ഓർഡേഴ്സ് വന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്പോർട്ടേഷനിലേക്ക് എത്തിക്കും. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ GCC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 hours ട്രാവലിംഗ് ടൈം. 5 hours GCC എത്തും. ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് കേരളത്തിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്ന മീനുകൾ 5 hours തന്നെ GCC 10 hours അവിടെ ഡെലിവറി ആവും. കാരണം ഇവിടുത്തെ ഒരു കസ്റ്റംസ് ടൈമും അവിടുത്തെ ഒരു ടൈമിംഗ് കൂടി കൂട്ടിയിട്ട് 10-12 hours സൗദിയിലോ ദുബായിലോ ആയാലും ഫിഷ് ഡെലിവറി ആവും. നോർമലി മാർക്കറ്റിംഗ് നടക്കുന്നത് ഇത് തന്നെയാണ്. യെസ്. അതിപ്പോൾ മംഗലാപുരത്തു നിന്നുള്ള മീനാണ് കേരളത്തിലോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓടി വരുന്ന ടൈമിംഗ് തന്നെയാണ് ഇവിടുന്ന് ദുബായിലെത്താനും സൗദിയിലെത്താനും. അപ്പം ഈ മംഗലാപുരത്ത് നിന്ന് വരുന്ന മീനുകൾ ആക്ച്വലി കേരളത്തിൽ നിന്നാണോ ഈ GCCയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്? അല്ല, നമുക്ക് GCCയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നില്ല. നമ്മൾ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഫിഷ് പ്രൊക്യൂർ ചെയ്യുന്നത് അത് അതാത് കടപ്പുറങ്ങളിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. നമ്മൾ സംവിധാനത്തിൽ നമ്മൾ വെയർ ഹൗസിലെത്തും, പാക്ക് ചെയ്യും, എക്സ്പോർട്ട് ആയി പോകും. എന്താണ് ശരിക്കും കേരളത്തിലുള്ള മീനുകളുടെ പ്രത്യേകത, അല്ലെങ്കിൽ
ഈ കേരളത്തിൽ എന്താണ് ഈ പറയുന്ന മാർക്കറ്റിന്റെ പ്രത്യേകത കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ? അത് കേരളത്തിൽ നിന്ന് പിന്നെ ഫ്രഷ് ഫിഷായിട്ട് കൂടുതൽ എക്സ്പോർട്ട് കണ്ടിട്ടില്ല. ഇല്ല എന്നല്ല, ഫ്രോസണ് നല്ല രീതിയിൽ കേരളത്തിലുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി കേരളവും തമിഴ്നാടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് നിന്നാണ് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഫിഷ് എക്സ്പോർട്ടായി പോകുന്നത്. അതിന് അവിടെ ചൂണ്ടലിന് പോയി ഫിഷ് പിടിക്കുന്നതും ഈ എക്സ്പോർട്ടിങ്ങിനായിട്ട് പോയി ഫിഷ് ക്യാച്ച് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ഇവിടെ അത്തരത്തിലൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ലോക്കലി പിന്നെ നമ്മളെ ബോട്ടിൽ പോയിട്ട് പിടിച്ചു വരുന്നവരുണ്ട്. ലോക്കൽ മാർക്കറ്റ് കേരളത്തിലെ എല്ലാ മാർക്കറ്റിലോട്ടും കേരളത്തിൽ നിന്ന് ഫിഷ് സപ്ലൈ ആവുന്നുണ്ട്. പിന്നെ വളത്തിന് പൊടിക്കാൻ അതൊക്കെ ആയിട്ട് പല പ്രൊസീജിയർക്ക് പോകുന്നുണ്ട്. ഫ്രോസൺ പ്രൊഡക്ഷനായിട്ട് പോകുന്നുണ്ട്. പല രീതിയിലും പോകുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കേരളത്തിനായിട്ടും കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയത് തമിഴ്നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ഉണ്ടെന്നുള്ള. മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ സീ ഫുഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പെരിഷബിൾ ഐറ്റത്തെ ഒരു മെസ്സി റിസ്ക് ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും 12 കൊല്ലം നീളുന്ന ഒരു യാത്ര ഈ പറയുന്ന മെസ്സി അല്ലെങ്കിൽ റിസ്ക് കൂടിയ ബിസിനസ്സിലേക്ക് നിൽക്കാൻ കാര്യം? പെരിഷബിൾ എന്നും റിസ്ക് തന്നെയാണ്. പിന്നെ നമ്മൾ അതിൽ പ്ലാൻ ചെയ്യുക, അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ സ്പോയിലേജും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് കറക്റ്റ് എല്ലാ ദിവസവും പാക്കിങ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി ചെയിൻ. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പിന്നെ നമ്മൾ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പർച്ചേസ് നടത്തുള്ളൂ. അങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മളിതിൽ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും റിസ്ക് ഫാക്ടർ ഈ പറഞ്ഞ പെരിഷബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. ഈ ഫൗണ്ടർ മൈൻഡ് സെറ്റ് ഷെയ്പ്പ് ചെയ്യാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ എക്സ്പോർട്ട് എക്സ്പീരിയൻസിൽ ഒരു കോർ മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ അന്ന് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ പോയോണ്ടാണ് ഇന്ന് എൻ്റെ ഈ മൈൻഡ് സെറ്റ് ഈ രൂപത്തിൽ ഷെയ്പ്പ് ആയെന്നുള്ളൊരു കോർ മെമ്മറി എന്തായിരിക്കും? യെസ്, ആലോചിച്ച് പയ്യെ പറഞ്ഞതേട്ടാ. അതിൽ പിന്നെ മൈൻഡ് സെറ്റ് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ എന്താവണം, എന്തിനു ചെയ്യണം എന്നുള്ള ആ ഒരു കറക്റ്റ് വ്യക്തത ഉണ്ടെങ്കിലാണ് നമുക്ക് അതിലോട്ട് പോകാൻ കഴിയുള്ളൂ. അത് പിന്നെ എക്സ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ബിസി ഷെഡ്യൂളൊന്നും അല്ലായിരുന്നു ആ സമയത്ത്. നമുക്ക് ഒരു വീക്കിലി 2-3 ഷിപ്മെൻ്റാണ് പോകുന്നതുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയമൊക്കെ നമ്മൾ ചിന്തിച്ചതും ഉപയോഗിച്ചതും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സാധനത്തിലോട്ട് എത്താൻ പറ്റിയത്, രൂപത്തിലേക്ക് നമ്മൾ ആ വർക്ക് ചെയ്ത അവിടെ നിന്ന് ചെയ്ത സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഫ്രീ ടൈമുകൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയതും അത് കൺവേർട്ട് ചെയ്യാൻ നോക്കിയതുമാണ് നമുക്ക് ഈ മനസ്സിലേക്ക് എത്താൻ. എനിക്ക് തോന്നുന്നു ഒരു സംരംഭകൻ ശരിക്കും അവരുടെ മൈൻഡ് സെറ്റിലാണ് കാര്യം എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും സംരംഭകരോട് സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 10,000-3000 പേരുടെ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ ഫൗണ്ടേഴ്സും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി, ചെറിയൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ 10 പേരെങ്കിലും ഡെയിലി സംസാരിക്കുന്നുണ്ട്. അപ്പം സംസാരിക്കുന്നതോട് മിക്കവരുടെ കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൈൻഡ് സെറ്റ്. പലവർക്കും ഇപ്പോൾ ഫണ്ടിങ് സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫണ്ട് ഇല്ലാണ്ട് പലതും തുടങ്ങാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് മെജോറിറ്റി ഓഫ് ദി ഇപ്പോഴത്തെ ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സ്. പണ്ട് എഞ്ചിനീയറിംഗ് പോലെയാണ് ഇപ്പോഴത്തെ ആൻട്രപ്രീനർഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ഒരു ലോഗോ ഉണ്ടാക്കിയാൽ സ്റ്റാർട്ടപ്പ് ആവത്തില്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കില്ല. അവിടെ റവന്യൂ വരുമ്പോഴാണ് ശരിക്കും അതൊരു സ്റ്റാർട്ടപ്പ് ആവുന്നതെന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തുടങ്ങാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ അത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ വലുതായി. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. GCC കൺട്രീസിലും യൂറോപ്പിലൊക്കെ ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്? നമ്മളതിനെ അവരെന്താണോ അവിടുത്തെ സർക്കാരും നിയമങ്ങളും പറയുന്ന രീതിയിൽ അനുസരിച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. അത് അങ്ങനത്തെ ഒരു കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് പ്രോപ്പറായിരിക്കണം. അവരെ സ്റ്റാൻഡേർഡ് ഉണ്ട്, യൂറോപ്പിൻ്റെ സ്റ്റാൻഡേർഡിലുള്ള രീതിയിലായിരിക്കണം അതിന് പാക്ക് ചെയ്യേണ്ടത്. അവർക്ക് യൂറോപ്പിനും GCCക്കും ഡിഫറെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പം അതിനനുസരിച്ച് ആ രൂപത്തിൽ അത് നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ തന്നെ യൂറോ അപ്രൂവ്ഡ് പ്ലാന്റും ഉണ്ട്, നോൺ യൂറോ അപ്രൂവ്ഡ് പ്ലാന്റും ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് യൂറോ അപ്രൂവ്ഡ് പ്ലാന്റ് അവർ വന്ന് അപ്രൂവ് കൊടുത്ത സംവിധാനമാണ്. അവിടുന്നുള്ള ആരായിരിക്കും വന്ന് ഈ പറയുന്ന ഈ പ്രോസസ്സ് ഇപ്പം പറഞ്ഞ യൂറോ അപ്രൂവ്ഡ് പ്ലാന്റിൽ നിന്നുള്ള ഈ പ്രോസസ്സ് തുടക്കക്കാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം.
അത് ഈ തുടക്കക്കാർക്ക് ഒരു മാറ്റർ അല്ല ഈ സാധനം. അത് എക്സ്പോർട്ട് കമ്പനീസ് ചെയ്യണ സമയത്ത് അവരെന്ത് ചെയ്യും, മാർക്കറ്റ് നോക്കും, അവർക്ക് എവിടേക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ യൂറോപ്പ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യും, എംബഡൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂറോൻ്റെ അപ്രൂവൽ കിട്ടും. നോൺ യൂറോ ആവശ്യമുള്ളവർ നോൺ യൂറോ എടുക്കും. ഇത് ഈ തുടക്കക്കാരെ സംബന്ധിച്ച് അവർക്ക് ഓർഡർ ഫസ്റ്റ് നെറ്റ്വർക്കിൽ നിന്നോ എവിടുന്നെങ്കിലും അവരൊരു കെയർ ഓഫ് നിന്ന് ഒരു ഓർഡർ സംഘടിപ്പിക്കുക. ഫസ്റ്റ് ഈസി മെത്തേഡ്, ഒരു മെർച്ചൻ്റ് ലൈസൻസ് എടുക്കാൻ പറ്റും. ഒരു മെർച്ചൻ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മറീൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ട് എക്സ്പോർട്ട് പറഞ്ഞിട്ട് എംബഡയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കൊച്ചിയിൽ, പനമ്പള്ളി നഗറിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ് തരും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി പ്രോസസ്സാണ് മെർച്ചൻ്റ് ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, അവരായിട്ട് ടൈപ്പ് ഇടാൻ പറ്റും. അല്ലെങ്കിൽ അവരായിട്ട് ഇത് ടൈപ്പ് സംസാരിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ട് ആദ്യം ഘട്ടം ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഷിപ്മെന്റ് മൊത്തം അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളെ കയ്യിൽ ആകെ വേണ്ടത് ഓർഡർ മാത്രം, ബാക്കി സപ്പോർട്ടൊക്കെ അവരെ ഭാഗത്ത് നിന്ന് കിട്ടും. പിന്നെ ഈ പ്രൊഡക്റ്റ് പ്രൊക്യൂർമെന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതും ഈസിയായി. പിന്നെ ഡോക്യുമെന്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ചെയ്യുക. അതായത് പണം ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം റെഡി ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ആവില്ല. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും ആ ഒരു രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതായത് എല്ലാം റെഡി ആയിട്ട് തുടങ്ങാൻ നിൽക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നവർ ഒരിക്കലും തുടങ്ങത്തില്ല എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും പലവരും പറയുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പലതിലേക്കും തുടങ്ങാൻ സാധിക്കാത്തതെന്നുള്ള ഒരു എക്സ്ക്യൂസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പൈസ ഇല്ലാത്തത് ഒരു എക്സ്ക്യൂസ് ആണ് ഒരു പരിധി വരെ. പക്ഷേ അതിന് അവർക്ക് ഈ പ്രൊഡക്റ്റ് എടുക്കാനുള്ള പൈസ ഒക്കെ മതി. അതല്ലാതെ ഈ ഓൾ ഓവർ സാധനങ്ങൾ സെറ്റപ്പ് ചെയ്യാനുള്ള 1 കോടി 2 കോടി രൂപ അതില്ലാത്തതുകൊണ്ട് തുടങ്ങാൻ അതിൻ്റെ ആവശ്യമില്ല. അതിനൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. അവർക്ക് ആവശ്യമായ 10 ലക്ഷം രൂപയുടെ സാധനമാണ് എടുക്കേണ്ടത്. അത് ചെയ്യാനുള്ള പേയ്മെന്റ് ഉണ്ടായാൽ മതി. ആദ്യം 10 ലക്ഷം ചെയ്യുക, 5 ലക്ഷത്തിന് ചെയ്യാൻ പറ്റും. സാമ്പിൾ ഷിപ്മെന്റുകൾ അതിന് താഴെ ചെയ്യാൻ പറ്റും. അത് അവർ ചെയ്യുക, അതിന് പേയ്മെന്റ് കറക്റ്റ് കിട്ടുക. എന്നിട്ട് ഈ ബിസിനസ് നമുക്ക് ഓക്കെ ആണോ, അതിൽ നമ്മൾ അവർ സാറ്റിസ്ഫൈഡ് ആണോ, ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിലോട്ടും കാര്യങ്ങളും പോകേണ്ട ആവശ്യമുള്ളൂ. സത്യം. ആദ്യം മാർക്കറ്റിലേക്ക് വരിക, ആ ഐഡിയനെ വാലിഡേറ്റ് ചെയ്യുക, പിന്നെ ഗോ ടു മാർക്കറ്റ് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു ആശയമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മളെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റാണ്, ഇത് പെരിഷബിൾ ആയതുകൊണ്ട് റിസ്ക് കൂടുതലാണെന്ന്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതും എന്ത് ചെയ്യും, ഈ കാലയളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല, അത് ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കുക ഇത് നമുക്ക് സൂട്ട് ആവും, ഓരോരുത്തർക്കും ഓരോ രീതി അനുസരിച്ച് ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പറ്റും, എൻ്റെ കടന്നു പോകാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് ഇതുവരെയും കാണാത്ത ഒരു ബിഗ്ഗസ്റ്റ് സീക്രറ്റ് എന്തായിരിക്കും ഈ പറയുന്ന സീ ഫുഡ് സപ്ലൈ ചെയിനിൽ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെമിക്കൽസ്, വാട്ടർ വെയിറ്റ്, പിന്നെ ഫേക്ക് എന്താ പറയുക വെയിറ്റ്, ഫ്രഷ്നെസ്, പിന്നെ ആ നേരത്തെ പറഞ്ഞ ആ കോൾഡ് ചെയിൻ പ്രോസസ്സ്, ഇതുവരെയും എനിക്ക് എന്തായിരിക്കും ആ കസ്റ്റമർ കടന്നു പോകാത്തത്, അല്ലെങ്കിൽ കേൾവി എന്നുള്ള രൂപത്തിലല്ലാണ്ട് ശരിക്കും എന്താണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നത്? സീക്രറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ഭയങ്കര രീതിയിൽ നെഗറ്റീവ് ഈ സീ ഫുഡിൻ്റെ വിഷയത്തിൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനത്തെ സാധനം ഞാൻ ചെയ്തിട്ടില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. അത് ഈ വലിയ രീതിയിൽ കെമിക്കൽ യൂസ് ചെയ്യുക ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഒന്നാമത് എക്സ്പോർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഫ്രഷായിട്ട് ക്യാച്ച് ചെയ്യണു, ഐസിലിട്ട് അതിനെ കീപ്പ് ചെയ്യും, എക്സ്പോർട്ട് ഗ്രേഡ് ക്വാളിറ്റിയിലാണ്, അതിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ തന്നെ നമുക്ക് ആളോട് കൺവിൻസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ള സാധനം, ഇപ്പോൾ ചൂണ്ടലിന് ഫിഷ് പിടിക്കുമെന്ന് പറയും. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇത്രയും തോന്നെ ഫിഷ് ചൂണ്ടലിന് പിടിക്കുമോ, ആളുകൾ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോയിന്റാണ്. അതിൽ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ ഒറ്റ ലൈനിൽ 3000 ചൂണ്ടലൊക്കെ ഇടവരെ, 3000-4000 ചൂണ്ടലിട്ടിട്ട് ഫിഷ് ക്യാച്ച് ചെയ്യും. അങ്ങനെ ഒരു കടലിൻ്റെ ഇതിൽ നിന്ന് പിടിക്കാൻ പോകുന്നത് 100, 150, 200 ചെറിയ വള്ളങ്ങളിലാണ്. അത് ഞാൻ ആദ്യമായിട്ട് അവിടെ കേൾക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ബോട്ടിൽ ഫിഷിങ് ചെയ്യാൻ പോകുന്നത് 4 പേര് 5 പേരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചൂണ്ടൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് 5-6 പേര് കരയിലുണ്ട്, ഡെയിലി. ഇതാണ് അവരുടെ പണി.
ചൂണ്ടൽ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു ബോട്ടിക്ക് വേണ്ടിയിട്ട് 2-3 ആളുകൾ ചൂണ്ടൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. വലട്ട് പിടിക്കുന്നത് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. പൊതുവേ ഉള്ള ധാരണകളാണ് വലയൊന്നും പിടിക്കുന്നുള്ളത്. ചൂണ്ടലിന് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഫിഷ് പിടിക്കുന്നുണ്ട് എന്നുള്ളത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ അതിന്റെ വീഡിയോ ഫുട്ടേജ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അത് പബ്ലിഷ് ചെയ്യാനുണ്ട്. ഈ കോൾഡ് ചെയിൻ പ്രോസസ്സിൽ പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മിസ്റ്റേക്ക്, അത് മേ ബി അത് കാരണമായിരിക്കാം ഇപ്പോൾ നിലവിൽ ഈ ഘട്ടം വരെ എത്തി നിൽക്കാനുള്ള കാര്യം. അത് അങ്ങനെ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായിരിക്കാം? കോൾഡ് ചെയിനിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അശ്രദ്ധ പറ്റിക്കഴിഞ്ഞാലും നമ്മളത് അനുഭവിക്കും. നമ്മളിപ്പോൾ ഒരു ടീമിനോട് ഇപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഐസിങ് ചെയ്യാൻ പറഞ്ഞതാണ്, അത് അവർ ചെയ്യാൻ ലാഗ് ചെയ്യുക എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് കോൾഡ് ചെയിനിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെറിയ ഫാൾട്ട് പറ്റി. അപ്പോൾ അത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ടീമുകൾക്ക്, പക്ഷേ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോപ്പറായിട്ട് ചെയ്യാതെ വന്നു. പിന്നെ നമ്മൾ അതിനൊക്കെ സിസ്റ്റമാക്കി, അതിനൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയി. അതിനുശേഷം പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നീട് തന്നെ ഇതിൽ GCCയിലാണെന്ന് തോന്നുന്നു, ഇതിന് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബോക്സിനകത്തൊരു സ്റ്റിക്ക് വെക്കാനുണ്ടായിരുന്നു. നമ്മളെ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ട്രാക്കർ ഉണ്ട്. എല്ലാ ബോക്സിലും വയ്ക്കും. ആ ഷിപ്മെന്റിന്റെ ഒരു ബോക്സിൽ ട്രാക്കർ ഉണ്ടാവും. അത് ഓൺ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇത് വിടുന്നു. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത മുതൽ എൻഡ് ചെയ്യുന്നത് വരെ അവർക്ക് അതിന്റെ ട്രാക്ക് റെക്കോർഡ് കിട്ടും. അതിൽ ഏതെങ്കിലും സമയത്ത് ടെമ്പറേച്ചർ ലോ ആണോ, പാക്ക് ചെയ്ത സമയത്ത് ടെമ്പറേച്ചർ എത്രയാണ്, പിന്നെ അവിടെ ഡെലിവറി ആകുമ്പോൾ വരെയുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള അവർക്ക് അത് പെൻഡ്രൈവ് പോലെ. ശരിക്കും ഈ പറഞ്ഞ ട്രാക്കിംഗ് ഉപയോഗിക്കുന്നത് അത് പിന്നെ അവിടുത്തെ ഗവൺമെന്റ് വെച്ചൊരു ലോ ആണ്. അപ്പോൾ അതിന് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പാലിക്കണം. അത് നല്ലൊരു കാര്യമാണ്. അവർക്കും ഈ ടെമ്പറേച്ചറിൽ കറക്റ്റ് വന്നതാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന ഇൻസിഡന്റ് കാരണം എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചു? അതൊരു കറക്റ്റ് ഓർക്കുന്നില്ല, ഒരുപാടായി. ഒരു 1 lakh 2 lakhs പ്രൊഡക്റ്റിൽ വ്യത്യാസം. പിന്നെ നമ്മൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യാറില്ല, എക്സ്പോർട്ട് കൊടുക്കില്ല. അതാണ് ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നത്. പെരിഷബിൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അതിനെ പാക്ക് ചെയ്തും രീതിയിലും കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും. അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ഈ ബിസിനസ്സിലോട്ട് വരാൻ. എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻസിഡന്റ് കാരണം ഈ പറയുന്ന കോൾഡ് ചെയിൻ പ്രോസസ്സിന്റെ എക്സ്പേർട്ട് അപ്പനായെന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ, ആ ഒരു ഇൻസിഡന്റ് കാരണം. അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഈ വിഷയത്തിന്റെ കോർ സാധനമാണല്ലോ കോൾഡ് ചെയിൻ കീപ്പ് ചെയ്യുക എന്നുള്ളത്. എപ്പോഴാണ് ഈ ഷിഫ്റ്റ് സംഭവിച്ചത് ഒരു എക്സ്പോർട്ടറിൽ നിന്ന് ഒരു D2C ഫൗണ്ടറിലേക്ക്? അത് കൊറോണയുടെ സമയത്ത് നമ്മൾ ഈ ബിസിനസ് കുറച്ച് ഡൗൺ ആയി. എക്സ്പോർട്ട് മറ്റ് രാജ്യങ്ങളിൽ തമ്മിലുള്ളതായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു, നിയമങ്ങൾ കൂടി, പിന്നെ കാർഗോ ചാർജ് ഹെവി ആയിട്ട് മാറി. അപ്പോൾ ദുബായിലോട്ടൊക്കെ കൊറോണയുടെ മുമ്പ് ഒരു 40-48 റുപ്പീസൊക്കെ പെർ കേജിൽ ഉണ്ടായിരുന്നത് കൊറോണ സമയത്ത് അത് 120-100 അബോ വന്നു. അപ്പോൾ അതൊന്നും നമുക്ക് മാർക്കറ്റിൽ എന്താവില്ല, ഫിറ്റാവില്ല. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് പിന്നെ ഈ ബിസിനസ്സിന് എനിക്കൊരു താല്പര്യം, ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റണ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ കറക്റ്റ് ടൈം കിട്ടി നമുക്കൊരു ഇറങ്ങാൻ, അതൊന്നൊരു മാറാൻ പറ്റിയൊരു ടൈമുമായി. അപ്പോൾ പിന്നെ ഇത് റീറ്റെയിൽ സെഗ്മെൻറ്റിലോട്ട് ഇറങ്ങിയതും ബാംഗ്ലൂർ ചൂസ് ചെയ്ത് അവിടുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ ഇറങ്ങിയത്. കൊറോണയാണ് അതിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയത്. കൊറോണയാണ് ടേണിംഗ് പോയിന്റ് ആയത്. കൊറോണ ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് ഇതിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതും ഇന്ത്യൻ മാർക്കറ്റും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളവർക്ക് നമ്മളിവിടെ കൊറോണ ശേഷമാണ് നമ്മൾ തുടങ്ങിയത്. എന്ത് പ്രോബ്ലം ആയിരിക്കാം ഈ ഇന്ത്യയിലെ സീ ഫുഡ് മാർക്കറ്റിൽ ആദ്യം ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? നമ്മളതിൽ ഈ ഓൺലൈൻ സെഗ്മെൻറ്റിലാണ് ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ നോക്കിയത്. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൾറെഡി ഓൺലൈനിൽ ഇല്ലായിരുന്നു. അതിപ്പോൾ ഒരു കസ്റ്റമർക്ക് പല രീതിയിലാണ് കസ്റ്റമർ ഫിഷിനെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സൈസിനെടുക്കാം, അല്ലെങ്കിൽ ഇത്ര പീസ് മതി എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഒരു വലിയ ഫിഷ്, ഒരു 3 കിലോനൊക്കെ ഫിഷ് വാങ്ങുകയാണെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ കട്ട് ചെയ്യണം അവർക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. സ്റ്റീക്ക് റൗണ്ട് കട്ട് ഇത്ര %, കറി കട്ട് ഇത്ര %,
അങ്ങനത്തെ ഒക്കെ രീതിയിൽ ടോട്ടലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലേക്ക് ഒരു രൂപത്തിൽ ഉള്ളൊരു ആ ഒരു വൈറ്റ് സ്പേസിനാണെന്ന് തോന്നുന്നു കണ്ടെത്തിയിട്ട് അവിടേക്ക് നമ്മൾ മൈ അസ്ലി ഫ്രഷ് എന്ന് പറയുന്ന ബ്രാൻഡിനെ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചെന്നുള്ളതാണ്. ആദ്യത്തെ ഘട്ടത്തിൽ കസ്റ്റമറിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്ക് ആയിരിക്കാം നിങ്ങളെ പിന്നീട് നിങ്ങളുടെ ആശയത്തെ പിവേർട്ട് ചെയ്യാൻ സഹായിച്ചത്? അതിൽ നമ്മൾ ആദ്യം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്, നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള നല്ല കുറച്ച് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്തു. അവരോട് നമ്മൾ ആപ്ലിക്കേഷനാണ് നിങ്ങളും ടെസ്റ്റ് ചെയ്യണം. അവർ പിന്നെ ഈ ടെക്നോളജി ഏർലി അഡാപ്റ്റേഴ്സ് ആയതുകൊണ്ട് ബാംഗ്ലൂരുകാർ അതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇത് നല്ല രീതിയിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റി, അവർ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവിടെ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ട്രയൽ നടക്കുന്നത്. നമ്മളെ തന്നെ ഓഫ്ലൈനിലെ കസ്റ്റമർ ഓൺലൈനിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കി, അവർ ഓർഡർ ചെയ്തു, അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആയി. ഈ പറഞ്ഞ നിങ്ങൾ തന്നെ ഓഫ്ലൈൻ കസ്റ്റമേഴ്സിനെ ഓൺലൈനാക്കി ആ ഒരു പ്രോസസ്സ് ഒന്ന് ബ്രീഫ് ആവും. അതായത് തുടക്കക്കാർക്ക് ഒരു റീറ്റെയിൽ ഷോപ്പ് റൺ ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ഓഫ്ലൈനായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിലേക്ക് വാലിഡേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ സാഹചര്യം, ഉണ്ടാക്കിയ പ്രോസസ്സ് അത് നമ്മൾ ഈ കസ്റ്റമറോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരുപാട് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓൾറെഡി ബാംഗ്ലൂരുണ്ട്. അപ്പോൾ ഫ്രഷ് ഫിഷിനായാലും മിറ്റിനായാലും ഉണ്ട്. അപ്പോൾ അവരോട് അവരെന്തിന് കടയിൽ വരുന്നുള്ള ആദ്യം മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനത്തെ ഈ രീതികളിലൊന്നും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും നിലവിൽ ഓൺലൈനിലില്ല, കസ്റ്റമൈസേഷൻ എന്ന ഓപ്ഷൻ. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം കസ്റ്റമറോട് പറയാൻ തുടങ്ങി, ഇതിങ്ങനെ ഒരു നിങ്ങൾക്ക് കടയിൽ വന്ന് വാങ്ങുന്ന പോലെ തന്നെ ഈ ആപ്പ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതായത് നിലവിൽ നിങ്ങളുടെ അടുത്ത് ഓഫ്ലൈനായിട്ട് വന്ന കസ്റ്റമറിനോട് സംസാരിച്ചു, അവരോട് ഈ ആശയം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ കടയിൽ വന്ന് വാങ്ങുന്ന അതേ ഫീലോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു 4 പീസ് അയിലാണ് വേണ്ടത്, നിങ്ങൾ ഇവിടെ കടയിലൊന്നും വരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 പീസ് മതി. അതല്ലെങ്കിൽ ഒരു വലിയൊരു കിൻഫിഷോ ഏതൊരു ഫിഷ് എടുത്തിട്ട് അതിനെ ഈ രീതിയിലൊക്കെ കട്ട് ചെയ്യണം. ആ രീതിയിലൊക്കെ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ആപ്പിലുണ്ടായിരുന്നത്. അത് അവരോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്തു, അവരത് ഓക്കെ ആയി, ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അവർ നല്ല ഫീഡ്ബാക്ക് തന്നു. അത് നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഗ്രാജുവലി ആദ്യത്തെ 100 കസ്റ്റമേഴ്സിൽ എത്തിയത്, അക്യൂർ ചെയ്തതെന്നുള്ളതാണ്. ഈ പറയുന്ന 100 കസ്റ്റമറിലേക്ക് എത്തിയ സമയത്ത് ശരിക്കും നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ വിചാരിക്കുന്ന നമ്മുടെ കസ്റ്റമർ ഇതാണെന്ന് വിചാരിക്കുന്നവരായിരിക്കത്തില്ല പലപ്പോഴും ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. അതായത് കസ്റ്റമർ പെർസോണ, നിങ്ങളുടെ കസ്റ്റമർ പെർസോണ ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും? നമുക്ക് കൂടുതലും ഈ ഒരു 25 മേലുള്ള ടെക്കി ആയിട്ട് വീട്ടിൽ നല്ല ബിസി ലൈഫ് ഷെഡ്യൂളുള്ളവരാണ് എക്സാക്ട് കസ്റ്റമറായിട്ട് വരുന്നത്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കസ്റ്റമർ പെർസോണ എന്ന് പറയുന്നത് ഒരു നമ്മുടെ കസ്റ്റമർ ആരാണോ അവരുടെ ബ്രേക്ക് ഡൗൺ ആണ്. പലപ്പോഴും പല സംരംഭകർക്കും അത് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എൻ്റെ കസ്റ്റമർ മോസ്റ്റ് ഓഫ് ദി ടൈം ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക് ആട്ടോ. എല്ലാവരും എൻ്റെ കസ്റ്റമർ ആണെന്ന് പറയുന്നതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. അതായത് ഫീമെയിൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഇത്ര ഏജ് ഗ്രൂപ്പ് എന്നുള്ള രൂപത്തിൽ മാത്രം കസ്റ്റമറിനെ കാറ്റഗറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മൈക്രോ മാർക്കറ്റ് പ്ലസ് ഒരു സ്പെസിഫിക് നീഷിനെ ഫോക്കസ് ചെയ്ത് ഇറങ്ങിയിട്ട് ആ 100 കസ്റ്റമറിനോട് സംസാരിക്കും, അല്ലെങ്കിൽ ആ 100 പേരോട് എടുക്കുന്ന ഫീഡ്ബാക്കിൽ നിന്നാണ് ശരിക്കും ഈ പറയുന്ന കസ്റ്റമർ ആരാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആ കസ്റ്റമർ ആരാന്ന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോഴാണ് ആ കസ്റ്റമറിലേക്ക് പിന്നെ നമുക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ സഹായിക്കുന്നതെന്നുള്ളതാണ്. എന്തായിരിക്കും കേരളം വിട്ടിട്ട് ബാംഗ്ലൂർ മാർക്കറ്റിലേക്ക് പോകാൻ കാര്യം? പിന്നെ ബാംഗ്ലൂർ മാർക്കറ്റിൽ ഇപ്പം നിങ്ങൾ അക്വയർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കസ്റ്റമർ പെർസോൺ അനുസരിച്ച് ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? അതായത് മലയാളീസ് ആണോ, റീജിയൻ വൈസ് ആയിട്ട് മലയാളീസ് ആണോ, കനഡിയൻസ് ആണോ, അതോ വേറെ റീജിയൻസുള്ള ആൾക്കാരാണോ? അതിൽ ബാംഗ്ലൂർ ചൂസ് ചെയ്തത് നമ്മളൊരു ഒന്നും കൂടിയും ഈ ഒരു മാർക്കറ്റ് പരീക്ഷിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ബാംഗ്ലൂരാണ് മനസ്സിലാക്കിയത് അന്ന്. എന്തടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കിയെന്ന് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? അത് കൂടുതൽ ബിസി ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്നവർ അവിടെയാണുള്ളത്. പിന്നെ നല്ല പോപ്പുലേഷൻ ഉണ്ട് അവിടെ. പിന്നെ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗത്തു നിന്നുള്ള ആളുകളും ബാംഗ്ലൂരിലുണ്ട്. നമുക്കൊരു വൈഡ് മാർക്കറ്റ് നമുക്ക് പരീക്ഷിക്കാൻ ബെസ്റ്റ് അതാ. ഇപ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ളവർ നമുക്ക് കസ്റ്റമറായിട്ടുണ്ട്, കൊൽക്കത്തക്കാരുണ്ട്, പിന്നെ ആന്ധ്രയിൽ നിന്നുള്ളവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകക്കാരുണ്ട്.
അപ്പോൾ നമ്മൾ കർണാടകക്കാർ നമുക്ക് കുറവാണ് ലിറ്റററി മറ്റ് കമ്മ്യൂണിറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ മാർക്കിൽ നമുക്ക് ഇനി പോയി പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളതും ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ പറയുന്ന ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ ശരിക്കും ഇപ്പം നിലവിൽ 40% ബാംഗ്ലൂരിയൻസ് മാത്രമേ അല്ലെങ്കിൽ കർണാടകക്കാർ മാത്രമേ അവിടെ ഉള്ളതെന്നുള്ളതാണ്. ബാക്കി 60% ആൾക്കാർ എബോ ആൾക്കാരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ നമ്മുടെ സ്വന്തം മലയാളീസ് ആണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, ആന്ധ്രയിൽ നിന്നുണ്ട്. അതായത് സീ ഫുഡ് കഴിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ പല റീജിയനിലുള്ള ആൾക്കാർ ഒറ്റൊരു മാർക്കറ്റിൽ ഉള്ളതുകൊണ്ടാണ് ബാംഗ്ലൂർ എന്നുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്നുള്ളതാണ്. എന്ത് സിസ്റ്റം അല്ലെങ്കിൽ SOP ആയിരിക്കും ഡേ 1 മുതൽ നോൺ നെഗോഷ്യബിൾ ആയിട്ട് നിലനിന്നിട്ട് പോയിട്ടുള്ളത്? നമ്മൾ ക്വാളിറ്റിയുടെ സിസ്റ്റംസ് അതിപ്പോൾ ഓൾറെഡി നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതാണ്. അതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ക്വാളിറ്റിയുടെ സിസ്റ്റംസ് പക്കയാണ്. ഇതിൽ പിന്നെ നമുക്ക് മൈഎസ്ലി ഫ്രഷിലോട്ട് വരുമ്പോൾ നമ്മൾ ഓപ്പറേഷനിൽ നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ചില സിസ്റ്റംസൊക്കെ നമ്മൾ പിന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തതിനായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്നതാണ്. പക്ഷേ ക്വാളിറ്റിയിൽ നമ്മൾ അന്ന് കീപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ വെസ്റ്റേൺ വേർഷനാണ് മൈഎസ്ലി. ഇപ്പോൾ നമ്മൾ സിസ്റ്റം എന്ന് പറഞ്ഞു, പൊതുവേ ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംരംഭകരുപരി എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ സംരംഭകർക്കാണ് ഈ പറയുന്ന സിസ്റ്റം ഇതുവരെയും കൊണ്ടുവരാൻ സാധിച്ചത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു 150 CR ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭകരോട് സംസാരിച്ച സമയത്ത് അവർ ട്രഡീഷണൽ ബിസിനസ്സുകാരാണ്. അവർക്ക് നിലവിൽ സിസ്റ്റവും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അവർ ഈ പറയുന്ന സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 150 അല്ല 200 CR സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ B2B ചെയ്യുന്നതോട് തന്നെ അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുകയും അവരുടെ കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം സ്കെയിലിങ്ങിന് എത്രത്തോളം ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്? സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളില്ലാതെ ഈ സാധനം റണ്ണാവണം ഈസി ആയിട്ട്. നമുക്ക് മറ്റൊരാൾക്ക് നമ്മൾക്കുള്ളൊരു അതോറിറ്റി നമുക്ക് മറ്റൊരാൾക്ക് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അതോറിറ്റി നമ്മൾ ഉണ്ടാവണം. അത് നമുക്ക് മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. അതല്ലെങ്കിൽ നമുക്കിത് പഠിപ്പിക്കാൻ പറ്റൂലല്ലോ. ആ കറക്റ്റ് SOP ഉണ്ടെങ്കിലാണ് ആ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഡേ 1 ഡേ 2 മുതൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും ആ സാധനം ഉള്ളതുകൊണ്ട് തന്നെ. നമ്മൾ ഒരു കോർപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾമോസ്റ്റ് 5-6 CEOs ഒരു കൊല്ലത്തിൽ മാറിയിട്ടു. പക്ഷേ ആ ഒരു കൊല്ലത്തിനുള്ളിൽ ഏത് CEO വന്നാലും അയാൾ ഡേ 1 മുതൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ആളുടെ ഡാഷ്ബോർഡിൽ ഉണ്ടെന്നുള്ളതാണ്. ഇത് പലവർക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരു സംവിധാനം ഇന്റേണലി നടക്കുന്നുണ്ടെന്ന്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സുഡിയോ എന്ന് പറയുന്ന ഒരു ഷോപ്പിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഷോറൂമിനുള്ളിൽ ഒരു കസ്റ്റമർ എൻറ്റർ ആവുന്ന തൊട്ട് എക്സിറ്റ് ആവുന്ന വരെ മൊത്തം ഡാറ്റ അവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ഒരു മാനേജർ തൊട്ട് അവിടെ നിൽക്കുന്ന ഒരു സെയിൽസ് പേഴ്സണ് വരെ ഒരു ടാർഗറ്റ് ഉണ്ട്. അതായത് 100 പേര് അവിടെ കസ്റ്റമർ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ 10 പർച്ചേസിന് അവിടെ നടക്കണം. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് സിസ്റ്റം എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റുഡിയോ എന്നുള്ളൊരു ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ കൊടുക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമായിരിക്കത്തില്ല. പിന്നെ ഒരു സംരംഭകനെ സംബന്ധിച്ച് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ള ഒരു 80% ആൾക്കാരും അവര് സംരംഭകരല്ല, അവര് ആക്ച്വലി സെൽഫ് എംപ്ലോയിഡ് എന്നൊക്കെ ആണെങ്കിൽ ഞാൻ അവര് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു സംരംഭകനെ സംബന്ധിച്ച് സംരംഭകന്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സംരംഭകൻ എപ്പോഴും ചിന്തിക്കേണ്ടത് അവരുടെ ബിസിനസ് എങ്ങനെ സ്കെയിൽ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ആ സിസ്റ്റം വരുന്നതിന് മുന്നേ വരെ ഒരു SOP കൊണ്ടുവരികയും ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് സ്കെയിലിംഗിലായിരിക്കണം ശരിക്കും ഒരു സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻസ്. പെരിഷബിൾ കാറ്റഗറിയിൽ സ്പീഡ് ഇൻ സ്കെയിലിംഗ് ഡേഞ്ചറസ് ആണെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം യോജിക്കുന്നു അതിനോടൊപ്പം? അത് നമ്മൾ ആ ഒരു റിസ്ക്കും കൂടി നമ്മൾ എടുക്കുകയാണ്. പിന്നെ ഇത് സിസ്റ്റമാണ് മെയിൻ. സിസ്റ്റം പ്രോസസ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു വിധം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പോൾ പ്രിക്യൂർമെൻറ്റിലായാലും ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് എന്തുണ്ട് AI സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം പ്രഡിക്റ്റ് ചെയ്യും നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത്, എന്താണ് വേണ്ടതെന്നുള്ള പ്രഡിക്ഷനൊക്കെ AI. അതായത് നിങ്ങളുടെ ആപ്പിൽ ബാക്ക് എൻഡ് AI സിസ്റ്റം വരെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഓരോ സെക്ഷൻസിലും AI ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് ആപ്പിലേക്ക് വരുന്ന ഓരോ കസ്റ്റമറിനെയും പഠിച്ചിട്ടാണ് ആക്ച്വലി നിങ്ങൾ ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈഅസ്ലി ഫ്രഷ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ഡ്രിവൻ ബിസിനസ് ആണെന്ന് പറഞ്ഞു. അത് ഡേ 1 മുതലല്ല, നമ്മൾ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ AIയുടെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്.
പ്രഡിക്ഷനൊക്കെ കിട്ടും എന്നുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും മെച്ചൂർഡ് ആവേണ്ട ഒന്നും കൂടി അതിൻ്റെ കാര്യത്തിൽ. പക്ഷെ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ഈ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പിവേർട്ട് ചെയ്യണമല്ലോ. പല ഫീഡ്ബാക്കിൽ മാർക്കറ്റിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മളെ പ്രൊഡക്റ്റിനുള്ളിൽ പയ്യെ ഓരോ ഫീച്ചേഴ്സും കൊണ്ടുവന്ന് പിവേർട്ട് ചെയ്യുമ്പോഴാണല്ലോ ഇത് മാർക്കറ്റിനനുസരിച്ച് പോകുന്നത്. നമ്മൾ നേരത്തെ എക്സ്പോർട്ടിന്റെ കാര്യം സംസാരിച്ച സമയത്ത് മിസ്സായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് സ്കെയിൽ ചെയ്യാൻ സാധിച്ചെന്നുള്ള ഒരു പോയിന്റ് ആണ്. അതേസമയം ഇവിടെ മാർക്കറ്റിനനുസരിച്ച് പുതിയ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ആദ്യത്തെ ഘട്ടത്തിൽ പലപ്പോഴും ചെറിയ ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു 10-30 ഫീച്ചേഴ്സ് ഒരുമിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു വലിയ ലോകത്തെ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ മാർക്കറ്റിൽ എൻ്റർ ആവുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രൊഡക്റ്റായിട്ട് എൻ്റർ ആവുകയും അതിനനുസരിച്ച് ഈ പറയുന്ന മാർക്കറ്റിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് പയ്യെ പ്രൊഡക്റ്റിലേക്ക് ഓരോ ഫീച്ചേഴ്സ് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ആഡ് ചെയ്താൽ മാത്രം. അതാണ് എൻ്റെ ഒരു രീതി. നമ്മൾ തുടങ്ങുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് പ്രൊഡക്റ്റുകളും തന്നെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഫീച്ചറിൻ്റെ വിഷയത്തിലായാലും പിന്നെ നമ്മൾ ബാക്ക് എൻഡ് സിസ്റ്റങ്ങളാണ് ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഓപ്പറേഷൻ ലെവലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം അതിങ്ങനെ നമ്മൾ ആദ്യം മാനുവലി പ്രോസസ്സ് ഉണ്ടാക്കും, അത് വർക്ക് ചെയ്യിപ്പിക്കും. അത് വർക്ക് ചെയ്ത് അത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് കൈകാര്യം ചെയ്യും. ഈ സിസ്റ്റത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടാം. ആദ്യം ഈ പറയുന്ന ഓപ്പറേഷൻസ് പഠിക്കുക, ആ ഓപ്പറേഷൻസിനെ ഒന്ന് ഓഡിറ്റ് ചെയ്യുക, ഓരോ ഏരിയ അതിൽ ഓരോ ഏരിയനെ മാനുവലി നമ്മൾ സിസ്റ്റം ആക്കി അതിൽ എന്താണ് പ്രോസസ്സ് മാനുവൽ റെക്കോർഡിക്കലാക്കിയ ശേഷം അതിനെ ഓഡിറ്റ് ചെയ്യുക. കാരണം ഈ പറയുന്ന മാനുവൽ റെക്കോർഡിക്കലാക്കിയ പ്രോസസ്സ് ഒപ്റ്റിമൈസ്ഡ് ആണോ എന്ന് മുന്നേ തന്നെ ഇത് ആക്ച്വലി വർക്കിംഗ് ആണോ നമ്മൾ വർക്കിംഗ് ചെയ്തതിന്റെ പ്രൂവ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. ഒപ്റ്റിമൈസ് ചെയ്ത ശേഷം ഈ പറയുന്ന പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുക. അതിനുള്ള സംവിധാനത്തെ അല്ലെങ്കിൽ അതിനൊരു അതൊക്കെ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. നമ്മൾ ഓപ്പറേഷൻ എഫിഷ്യൻസി കാര്യങ്ങൾ ഈ പറഞ്ഞല്ലോ, സ്കെയിലബിൾ ഈ മറ്റേ പെരിഷബിൾ പ്രൊഡക്റ്റിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാൻ, അതൊക്കെ നമുക്ക് ഈസി ആവല് ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ് നമുക്ക് വരുള്ളൂ. 5 കോടി രൂപ നാളെ ഇപ്പോൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും 5 കോടി വെച്ച് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്കെയിലിങ്ങിനുള്ള പരിപാടികളാണ് ചെയ്യുക. ബേണിങ്സ് വളരെ കുറവാണ്. നമ്മൾ പ്രൂവ് ചെയ്ത രീതിയിലും നമ്മൾ ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയിൽ ബേണിങ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 5 കോടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിലിങ് എത്രത്തോളം ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് ചെയ്ത് നമ്മൾ ഇത് ചെയ്യും. സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് രൂപത്തിലുള്ള സ്കെയിലിംഗ് ആണ് നിങ്ങൾ ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ് ഫസ്റ്റ് സ്കെയിലിംഗ് വരുന്നത്. അത് കഴിഞ്ഞാൽ കേരള ഉണ്ട്, പിന്നെ മെട്രോ സിറ്റീസ് ഉണ്ട്, GCC എന്നുള്ള എൻക്വയറികൾ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. GCCയിലേക്കാണ് അടുത്ത പോക്ക്. ഒരു 2 ഇയേഴ്സ് കൊണ്ട് GCC ഇംപ്ലിമെന്റ് ചെയ്യും. 2-3 ഇയേഴ്സിൽ നമ്മൾ 2-3 ഇയേഴ്സിന് ഇന്ത്യയിൽ ഓൾ ഓവർ ഏരിയയിലും GCC നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിൽ വരുന്നുണ്ട്. 2-3 മാസം കൊണ്ട് കേരളത്തിലെത്തും. നമ്മൾ റൺ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും രാവിലെ 4 മണി തൊട്ട് 5 മണിയുടെ ആ ഒരു എന്താ പറയുക പുലർച്ചെ തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ്. ആ ഒരു സമയത്ത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയായിരിക്കും ബേൺ ഔട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക്? അത് നമ്മളെ എനർജി ആണ് മൊത്തത്തിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് ഇതിന് ഭയങ്കര പാഷനായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മളൊരു ആ ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ 4 മണിക്ക് എണീക്കലും 5 മണിക്ക് മാർക്കറ്റ് കാണണം പോകണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്നും ഇനീഷ്യലി ഇതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ആളുകളുണ്ട്. പക്ഷേ ആ തുടക്ക സമയത്ത് നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തുടക്ക സമയത്ത് ഒരു സംരംഭകൻ ആവണമെങ്കിൽ തന്നെ താങ്കൾ അറിഞ്ഞിരിക്കണമല്ലോ താങ്കൾ സ്റ്റാഫിനെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ക്രാക്ക് ചെയ്യേണ്ട പ്രോസസ്സ് താങ്കൾ ആദ്യം മനസ്സിലാക്കി എന്നുള്ളതാണ്. ഏത് മൂമെന്റിലായിരിക്കും ഇത് നിർത്തിയിട്ട് പോവാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മൂമെന്റിൽ? അങ്ങനെ ഒരു മൂമെന്റ് നമ്മൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ മുമ്പിൽ വരുന്ന എല്ലാതും ഓപ്പർച്യൂണിറ്റി ആളുകളാണ്. പ്രോബ്ലംസ് വരും. അപ്പോൾ അതിന് നമ്മൾ എത്ര നല്ല രീതിയിൽ അതിനെ ഓപ്പർച്യൂണിറ്റി ആക്കാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതിലൂടെ എത്ര ആൾക്ക് അപ്പോൾ ചില ജെന്യൂനായിട്ടുള്ള പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിനോട് വേറെ നമുക്കൊരു സെഗ്മെന്റ് കൂടി ഓപ്പൺ ആയി കിട്ടും. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഏത് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടുള്ളത്? ഏതൊരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. അത് പല ഭാഗങ്ങളും ഉണ്ട്. നമ്മൾ ഓരോ പ്രശ്നത്തിനും നമ്മൾ ചെറിയ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തത് തന്നെയാണ് പലതിലും നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഉണ്ട്. അതൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാഫിൻ്റെ നല്ല സ്റ്റാഫിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ടേജ് വന്ന സമയത്ത്
അപ്പോൾ നമ്മൾ പുതിയൊരു ഇനിഷ്യേറ്റീവ് ഇട്ടാണ് എങ്ങനെ ഈ സാധനം സോൾവ് ചെയ്യണമല്ലോ. എക്സ്പ്ലോർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സാധനം വെച്ചു. ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ശരിക്കും അവിടെ നടന്നത്? അത് നമുക്ക് നല്ല ആളുകളെ നമ്മളെ ഭാഗത്തേക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന ആളുകൾക്കും അവരുടെ കാര്യങ്ങൾ നടക്കണം. അവർക്ക് എക്സ്പ്ലോർ ചെയ്യുക, ബാംഗ്ലൂരിനെ മൊത്തത്തിലൊന്ന് കാണാൻ പറ്റും. ജോലിയുണ്ട്, സാലറി ഉണ്ട്, പിന്നെ താമസമുണ്ട്, ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലിക്കുപരി ഒരു എക്സ്പീരിയൻസ് ഒരു വർക്ക് കൾച്ചറിലേക്കാണ് നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്തത്. അവർക്ക് പിന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ടൊക്കെ വരുന്നവരുണ്ട്, അവർ മനസ്സിലാക്കാം. പിന്നെ അതല്ല, തനി ഡെലിവറിക്കായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2-3 മാസം ബാംഗ്ലൂരൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് ചില്ലായി കറങ്ങിയിട്ട് ക്യാഷ് ബേണിങ്സ് ഒന്നുമില്ല, അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, പോകാൻ പറ്റും. അതൊക്കെ ഈ പ്രോബ്ലത്തിൽ നിന്ന് വന്ന സൊല്യൂഷൻസ് ആണ്. ഇൻട്രസ്റ്റിംഗ്. 20-ാം വയസ്സിലെ ഓൾഡ് സെൽഫായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം ആളോട് പറയുന്നത്? അങ്ങനെ നമ്മൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതായത് 20-ാം വയസ്സിൽ താങ്കളോട് തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും താങ്കൾ പറയുന്നത്? എൻ്റെ വിഷയത്തിൽ ഞാനൊരു 19-ാം വയസ്സിൽ തന്നെ ഈ ഫിഷ് എക്സ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല സ്വപ്നം കാണണം, നല്ല രീതിയിൽ നമ്മൾ ഒരു വിഷന് വേണ്ടിയിട്ട് സ്വപ്നം കാണുക, അതിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് ചെയ്ത് കാര്യങ്ങളോട്ട് പോകുക എന്നുള്ളതാണ്. മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക എന്നുള്ളതായിരിക്കാം ആ ഒരു 19. പിന്നെ അതിന് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, അപ്പോൾ അതിൻ്റെ റിസൾട്ടിലോട്ട് എത്തും. അതാണ് ഒരു ആസ്പയറിംഗ് ഫൗണ്ടർ, ഇപ്പോഴത്തുള്ള ഒരു ആസ്പയർ ചെയ്യുന്ന ഒരു ഫൗണ്ടറിനോട് 2025 ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല നീഷ് താങ്കളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? അതിലിപ്പോൾ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ധാരണ നല്ല ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഉള്ളൊരു മേഖലയിലോട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അവർ ചെയ്തു മറ്റവർ ചെയ്തു എന്നുള്ള ആ രീതിയിൽ നമുക്ക് ഇതിലാണ് എക്സ്പീരിയൻസ് കോൺഫിഡൻസ് ഉള്ളത്. 4 ആളെ മുമ്പിൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയണം, അതിന് ചെയ്യാൻ കഴിയണം. നമുക്കതിൽ കോൺഫിഡൻസ് ഉണ്ടോ, നമുക്കതിൽ ഇറങ്ങാൻ പറ്റും. അതായത് ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് അവർ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഏത് നീഷിലാണോ വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉള്ളതും അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതും അതല്ലെങ്കിൽ പിന്നെ ആദ്യം അവരെന്ത് ചെയ്യണം, അവർക്ക് താല്പര്യം ഒരു നീഷിൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു മാർക്കറ്റ് എക്സ്പെർട്ടൈസ് ആവാന്നുള്ളതാണ്. എനിക്കറിയാവുന്ന ആ ഇൻസൈറ്റ് വെച്ചിട്ടായിരിക്കണം ആ സംരംഭം സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടത് എന്നുള്ള. അപ്പോഴാണ് അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, മുമ്പോട്ട് പോകാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. മറ്റേ ചെറിയ ചെറിയ പ്രോബ്ലംസും തടസ്സങ്ങളും വരുമ്പോൾ ക്വിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിട്ട് വരും. നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത്രയും അത് മുന്നോട്ട് പോകും. ഇൻസ്റ്റാഗ്രാം കാണിക്കാത്ത എന്തായിരിക്കും ആൻട്രപ്രണർഷിപ്പ് ജേർണിയിൽ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? കാരണം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം നമ്മുടെ ആൻട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ആവാന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഇപ്പം ഫണ്ടിങ് ലഭിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സെലിബ്രേറ്റഡ്. അതല്ലാണ്ട് ആക്ച്വലി ബിഹൈൻഡ് ദി സീൻ നടക്കുന്ന ഒരു സംരംഭകൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സംരംഭകൻ്റെ ജേർണി എന്തായിരിക്കും? നമ്മൾ എല്ലാ കാര്യത്തിനെയും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങാൻ. ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ ഫണ്ടിങ് ഒന്നും കിട്ടുന്നതിൻ്റെയൊക്കെ മുമ്പും വലിയ രീതിയിൽ റവന്യൂ ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത്ര ഒരു ഗ്ലാമർ ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഏർലി സ്റ്റേജിൽ ഉണ്ടാവില്ല. മേ ബി ഫാമിലി സപ്പോർട്ട്, ഫ്രണ്ട്സ് സപ്പോർട്ട് കാര്യങ്ങൾ ഇതുവരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ കിട്ടിക്കോളുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെനോറിയോ വരുമ്പോഴും നമുക്കതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ്, ഒരു ക്ലാരിറ്റി ഉള്ള ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റ് ഉണ്ടാവും. അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊരു ഗ്ലാമർ എന്ന് പറഞ്ഞ സാധനം തുടക്കത്തിലൊന്നും അത് ഉണ്ടായിക്കോളുന്നില്ല. വളരെ സ്ട്രഗിൾസിലൂടെ കാര്യങ്ങളൊക്കെ ഏറ്റവും ചിലപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോവൽ. ഡെയിലി ഓപ്പറേഷൻസിൽ ഏർലി സ്റ്റേജ് നമ്മൾ തന്നെ ഇൻവോൾവ്ഡ് ആവേണ്ടി വരും. ഫൈനാൻഷ്യലി അത്ര ഇതുണ്ടാവില്ല. ബേണിങ്സ് എല്ലാം കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പെരിഷബിൾ ഗുഡ് ബിസിനസ് സക്സസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ച സംഭാഷണത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഒരു സിസ്റ്റം, റൈറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പെരിഷബിൾ ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് സക്സസ്ഫുൾ ആവാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ സംഭാഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വേറെ എന്തെങ്കിലും ആഡ് ഓൺ ഉണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം.
ബാക്കി തന്നെ നമ്മൾ സിസ്റ്റം ഒരു മെയിൻ ഫാക്ടറാണ്. നമുക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതിനും സിസ്റ്റം മെയിൻ ഫാക്ടർ തന്നെയാണ്. പിന്നെ ബാക്കി നമ്മളെ മൈൻഡ് സെറ്റ് കാര്യങ്ങൾ, നമ്മളെ ടീമിനായിട്ട് നമ്മൾ എനർജറ്റിക് ആയിട്ട് നിൽക്കുക, അവർക്ക് വിഷൻ ട്രാൻസ്ഫർ ചെയ്ത് അവരും കൂടി നമ്മളെ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സക്സസ്സിലോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ പറയുന്ന വിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ്. കേരളത്തിന്റെ കോസ്റ്റിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയ ഒരു മലയാളിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കാഴ്ച എന്ന് പറയുന്നത്, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ആൻട്രപ്രണർഷിപ്പ് ഈസ് ഓൾവേസ് അബൌട്ട് മൈൻഡ് സെറ്റ്. നമ്മൾ ഒരു ജേർണിയിലേക്ക് കിടക്കുന്ന സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോവുക, അതിലുപരി സിസ്റ്റം കൊണ്ടുവരിക, റൈറ്റായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു സംരംഭകനും ഏതൊരു മാർക്കറ്റിലും, അതിന് D2C ആയാലും B2B ആയാലും ഏതൊരു ആൻട്രപ്രണർഷിപ്പ് ജേർണിയിലും അവർക്ക് സക്സസ്ഫുൾ ആവാം എന്നുള്ളത്. തീർച്ചയായിട്ടും.